ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എനിക്ക് ജ്യേഷ്ഠ സഹോദരനും എൻ്റെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന അഭിവന്ദ്യനായ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, വന്യ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, സെമിനാരി വിദ്യാർത്ഥികളെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, പരിമല സെൻറ്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കോളേജ് ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്, ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് ഈ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആശുപത്രി സ്റ്റാഫ്, പരിമല പള്ളി ഇടവാംഗങ്ങളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ, എല്ലാവർക്കും സ്വർഗീയ മണവാളനായ ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ ശ്ലീഹ നോയമ്പിൻ്റെ സമാപന ദിവസമാകുന്ന ജൂൺ 29 രണ്ട് വലിയ രക്തസാക്ഷികളുടെ സാക്ഷ്യമരണത്തിൻ്റെ വലിയ അനുഭവം പേറിക്കൊണ്ട് സഭ ഈ നോയമ്പിനെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ നോയമ്പിനെ കുറിച്ച് ഒരു വാക്ക്, ഞാൻ കുന്നംകുളത്തായിരുന്ന സമയത്ത് അവിടെയുള്ള മാതാപിതാക്കൾ നോയമ്പ് പിടിക്കുക എന്നാണ് പറയുന്നത്. നോയമ്പ് പിടിക്കുക, എനിക്ക് ആദ്യം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. നോയമ്പ് പിടിക്കുക, നമ്മൾ നോയമ്പ് ആചരിക്കുക എന്ന് പറയുന്നതും കുന്നംകുളം ദേശത്ത് നോയമ്പ് പിടിക്കുക എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണെങ്കിലും ഒന്നുകൂടി അർത്ഥവത്തായി എനിക്ക് തോന്നിയിട്ടുള്ളത് കുന്നംകുളത്ത് ഉപയോഗിക്കുന്ന വാക്കാണ്. എന്താ അതിൻ്റെ അർത്ഥം? നോയമ്പ് ആരെ പിടിക്കാനാണോ, ആരെ സമ്പാദിക്കാനാണോ, ക്രിസ്തു യേശുവിനെ സമ്പാദിക്കുന്നവരുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ സഭ. പരിമലപ്പള്ളിയിൽ തീർത്ഥാടകരായി ധാരാളം ആളുകൾ എത്തുമ്പോൾ അവരൊക്കെയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സ്വർഗീയനാഥനായ ക്രിസ്തു യേശുവിനെ അടങ്കം പിടിക്കുകയാണ്. ഈ നോയമ്പും യേശു ക്രിസ്തുവിനെ സമ്പാദിക്കുന്ന, ക്രിസ്തുവിനെ അടങ്കം പിടിക്കുന്ന ഒരു വലിയ നോയമ്പായി അനുതാപത്തിൻ്റെ പരിശുദ്ധ കുമ്പസാരത്തിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന കൂട്ടായ്മയായി നമുക്ക് ഈ നോയമ്പിൻ്റെ പരിസമാപ്തിയെ കാണാം. നാം എല്ലാവരും ഈ നോയമ്പിൽ വിശുദ്ധ കുമ്പസാരം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. അഭിവന്ദ്യനായ തിരുമേനി എനിക്ക് 15 മിനിറ്റാണ് തന്നിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്, സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിരുമനസ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി എൻ്റെ ഭദ്രാസനത്തെ നയിക്കുന്നു. പരിമല പള്ളിയുടെ ആത്മീക പരിവേഷത്തിൽ തിരുമേനിയുടെ മഹനീയ നേതൃത്വത്തെ നമുക്ക് വളരെ വിലപ്പെട്ടതായി കാണുകയും ചെയ്യാം. തിരുമേനി പറഞ്ഞതനുസരിച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ വാക്കുകൾ നിർത്താം. ഒരു പൊട്ടിപ്പൊളിഞ്ഞ കുരിശ്, ആ കുരിശിൻ്റെ അടിയിൽ 2-3 സെന്റൻസസ്, ഞാൻ ആ സെന്റൻസ് പറയാം. I asked Jesus, how much do you love me? This much, he answered. Then he stretched out his arms and died. ഇത് മനോഹരമായൊരു സെന്റൻസാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു കുരിശിൻ്റെ ചുവട്ടിൽ ഈ വാക്യം എഴുതുമ്പോൾ ഇത് യഥാർത്ഥമായി ഇന്ന് നാം ഓർമ്മ കഴിക്കുന്ന, അല്ലെങ്കിൽ രക്തസാക്ഷി പെരുന്നാൾ കൊണ്ടാടുന്ന പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ്റെയും പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെയും വാക്കുകളാണ്.
അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ വാക്യം എഴുതുവാൻ ഇടയായിട്ടുള്ളത്. തൻ്റെ നാഥനായ ലോകരക്ഷകനായ യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ ആ കുരിശിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം ഒരു സഹതായെ ലോകത്തിൻ്റെ എല്ലാം മധ്യസ്ഥനാക്കി തീർക്കുവാൻ സാധിച്ചു. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ നീറോ ചക്രവർത്തിയാൽ പീഡിക്കപ്പെട്ടപ്പോൾ, പൗലോസ് അപ്പോസ്തലൻ നീറോ ചക്രവർത്തിയാൽ പിടിക്കപ്പെട്ടപ്പോൾ, അവർ രണ്ടുപേരും അവരുടെ കഴുത്തുകളെ, അവരുടെ ശരീരത്തെ ആ പടയാളികളിലേക്ക് നീട്ടി. They stretched their arms because of their love to Lord Jesus. ഈ വാക്യം പൊട്ടിപ്പൊളിഞ്ഞ കുരിശ്, പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് മുമ്പിൽ ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവ്, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവ്, മുൾക്കിരീടമടിഞ്ഞ കർത്താവ്, അതേ സർവ്വലോകത്തിൻ്റെയും പാപപരിഹാരാർത്ഥം he stretched out his arms and died. സഹോദരന്മാരെ, ധാരാളം വളർത്തിയ സഭയാണ് നമ്മുടെ സഭ. എത്രയോ സഹോദരന്മാർ, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ അരുമനാഥൻ്റെ പാദങ്ങളെ ചുംബിക്കുവാൻ തക്കവണ്ണം എന്നെ തലകീഴായി ക്രൂശിക്കണം. എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്തു, ഗളച്ഛേദം, ശിരച്ഛേദം ചെയ്യപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ഈ രണ്ട് അപ്പോസ്തലന്മാരും ഈ സഭയ്ക്ക് അവരുടെ രക്തം വളമായി തീർന്നു. സഭ വളരുന്നു, സഭയുടെ കൊമ്പുയരുന്നു, സഭ ലോകമെങ്ങും വ്യാപിക്കുന്നു സഹോദരന്മാരുടെ രക്തത്താൽ. സോ വി സീ ടു മാർട്ടിയേഴ്സ്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് ആണെങ്കിൽ പിന്നീട് വന്ന രക്തസാക്ഷികൾ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എല്ലാവരും തന്നെ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അവരെ ആയതിന് വഴിതെളിച്ചത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നേഴ്സിംഗ് കുഞ്ഞുങ്ങൾക്ക് 2 വാക്യങ്ങൾ ഹോംവർക്ക് തരികയാണ്. അതേക്കുറിച്ചൊക്കെ പ്രസംഗിക്കുവാൻ പോയാൽ സമയമെടുക്കും. 2 വാക്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. വൈ യു ആർ ഹിയർ, വൈ യു ബിക്കം എ നേഴ്സ്, why you become a nun, why you become a priest or a bishop. നമുക്ക് ചിന്തിക്കേണ്ടതാ എന്താണ്. 2 വാക്യങ്ങൾ. പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21 അധ്യായം 15 വാക്യമാണ് ഒന്നാമത്തെ ഹോംവർക്ക്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 15. അവർ പ്രാതൽ കഴിച്ചുകൊണ്ട് ഇതിനു ശേഷം യേശു തമ്പുരാൻ ശീമോൻ പത്രോസിനോട്, യൗനാന്റെ പുത്രനായ ശീമോനെ, യോഹന്നാന്റെ പുത്രനായ ശീമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ വാക്യം. പത്രോസ് അപ്പോസ്തലനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പത്രോസ് അപ്പോസ്തലന്മാരുടെ പെരുന്നാളിൽ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്ന വാക്യം ഇതാണ്. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? യേശു ക്രിസ്തുവിന്റെ ചോദ്യമാണ്. പത്രോസ് അപ്പോസ്തലനാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ റോമാലേഖനം 8 അധ്യായം 35 വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഈ 2 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലനെ പ്രതിനിധീകരിച്ച് ഈ വാക്യം നമുക്ക് ചോദിക്കാം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? പ്രിയപ്പെട്ടവരെ, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ലോകത്തിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കി. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ അവർ സകലതും വലിച്ചെറിഞ്ഞു, സകലത്തിൻ്റെയും നാഥനെ പിൻപറ്റി. നമ്മുടെ ജീവിതത്തിൽ പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷ്യത്തിൻ്റെ വലിയ പെരുന്നാൾ
നമുക്ക് മുമ്പിൽ കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിലെ വാക്യം ചിന്തിപ്പിക്കേണ്ടതാണ്. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഒരു ബിഷപ്പിനോട്, ഒരു എപ്പിസ്കോപ്പായോട്, ഒരു വൈദികനോട്, ഒരു പിതാവിനോട്, ഒരു മാതാവിനോട് ഈ ചോദ്യം മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളോട് ചോദിക്കും. ഡു യു ലവ് മീ? എന്താ കുഞ്ഞുങ്ങൾ പറയുന്നത്? ഐ ലവ് യു പപ്പ, ഐ ലവ് യു മമ്മ, മമ്മി. കൂട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. നിങ്ങൾ ചോദിക്കാറില്ലേ ഡു യു ലവ് മീ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൻസർ എന്താ? ഐ ലവ് യു. പത്രോസ് അപ്പോസ്തലനോട് ഐ ലവ് യു എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ഐ ലവ് യു. പത്രോസ് അപ്പോസ്തലൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. അതാണ് രക്തസാക്ഷികൾ നമുക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഐ ലവ് യു എന്നുള്ളതല്ല, ഐ ലവ് യു ജീസസ് മോർ ദാൻ ദീസ്. യേശു, നിന്നെ എല്ലാരെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധ സഭ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. സഹോദരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായ സ്നേഹമില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് കാൽവരി കുരിശിൽ രക്തം ചിന്തി ആ സ്നേഹം stretched out his arms, സർവ്വലോകത്തെയും തൻ്റെ കൈകളിൽ ആവഹിച്ചും കൊണ്ട്. അതെ, ഒരു ഭക്തൻ നിങ്ങളും ഞാനും പത്രോസ് അപ്പോസ്തലനോടും പൗലോസ് അപ്പോസ്തലനോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ചോദ്യം എന്നും ചോദിക്കണം. I asked Jesus, how much do you love me? എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നു? This much. Then he stretched out his arms and died. എന്താണ് പത്രോസ് അപ്പോസ്തലനെ സ്ലീഹാ പദവിയിലേക്കും രക്തസാക്ഷിത്വ പദവിയിലേക്കും ഉയർത്തിയത്? പൗലോസ് അപ്പോസ്തലനെ സ്ലീഹാ പദവിയിലേക്കും രക്തസാക്ഷി പദവിയിലേക്ക് ഉയർത്തിയത് എന്താണ്? ഒരേ ഒരു കാരണമാണ്, ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് നാം ആരെയൊക്കെയാണ് സ്നേഹിക്കുന്നത്? എന്തിനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്? ആരോടൊക്കെയാണ് നമുക്ക് പ്രതിപത്തി? നമ്മൾ അതിരുവിട്ട് സ്നേഹിക്കുന്ന ചില വസ്തുക്കൾ, ആളുകൾ ഒക്കെയുണ്ട്, ഫ്രണ്ട്സ്. പക്ഷേ അവിടെയൊക്കെ ഈ അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ സാക്ഷി ഐ ലവ് യു ജീസസ് മോർ ദാൻ ദീസ് എന്ന് പത്രോസ് അപ്പോസ്തലൻ ഏറ്റു പറയും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മദർ തെരേസ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, കാരുണ്യത്തിൻ്റെ സഹോദരിമാരുടെ കൂട്ടായ്മ കൽക്കട്ടയിൽ ആരംഭിച്ച് ലോകമെമ്പാടും അതിൻ്റെ ശാഖകളെ വർദ്ധിപ്പിച്ചപ്പോൾ രാഷ്ട്രപതി KR നാരായണൻ കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിൽ തൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയപ്പോൾ മദർ തെരേസയുടെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ്. മദർ തെരേസ രാഷ്ട്രപതി KR നാരായണനെ സ്വീകരിക്കുകയാണ്. നടന്നൊരു സംഭവം, മദർ തെരേസ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത് ഒരു കൊച്ചു മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അത് കയ്യിൽ കൊടുത്താണ്. KR നാരായണന്റെ മുമ്പിൽ ഈ കൊച്ചു തിരി സമ്മാനിച്ച് കത്തുന്ന മെഴുകുതിരി, ചെറിയ തിരി, ഡോക്ടർ KR നാരായണൻ അത് സ്വീകരിച്ചു. മദറിൻ്റെ വണങ്ങി നിൽക്കുന്ന മദറിൻ്റെ തലയെ തൊട്ടിട്ട് ലുക്ക് അറ്റ് മീ, KR നാരായണൻ പറയുകയാണ്, ലുക്ക് അറ്റ് മീ മദർ. അതെ, മദർ തെരേസ വളരെ സ്നേഹവായ്പോടെ വിനയത്തോടെ രാഷ്ട്രപതി KR നാരായണന്റെ മുഖത്ത് നോക്കിയപ്പോൾ KR നാരായണൻ ചോദിക്കുകയാണ്, മദർ, ആർ യു റിയലി ക്രൈസ്റ്റ്? ആർ യു റിയലി ക്രൈസ്റ്റ്? അമ്മയാണോ യഥാർത്ഥ ക്രിസ്തു, യേശു? പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തിന്റെ പെരുന്നാൾ അവർ യേശുവിൻ്റെ മുഖത്ത് നോക്കി, അവനെ നോക്കി തങ്ങളുടെ ശരീരത്തെ
തങ്ങളുടെ ജീവനെ യേശുവിനായി ബലിയർപ്പിച്ചു. പത്രോസ് അപ്പോസ്തലൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ വാളാൽ കൊല്ലപ്പെട്ടു. രണ്ടുപേരും ഇത് ലോകത്തിന് പരുമല പള്ളിക്ക് ആ പിതാക്കന്മാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആ വലിയ സാക്ഷ്യം യേശുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യേശുവിനെ സ്നേഹിക്കുന്ന കൂട്ടായ്മയിൽ മദർ തെരേസ പറഞ്ഞ വാക്യം, ഐ എം നോട്ട് ക്രൈസ്റ്റ്, ഐ ആം ട്രൈങ് ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്. അത്ര പറഞ്ഞുള്ളൂ. ഞാൻ ക്രിസ്തു അല്ല. കെ.ആർ. നാരായണൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. മദറിൻ്റെ വിനയം, ഐ എം നോട്ട് ക്രൈസ്റ്റ് ബട്ട് ഐ ആം ഹിസ് ഡിസൈപ്പിൾ. ഞാൻ അവൻ്റെ ശിഷ്യയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മ, ശിഷ്യകളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ സഭയെങ്കിൽ പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷ്യത്തിൻ്റെ പെരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ കുരിശിൻ്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന വാക്യം എൻ്റെയും നിങ്ങളുടെയും ചിന്താവിഷയമാവട്ടെ. I asked Jesus, how much do you love me? This much. Then he stretched out his arms and died. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഭാ വിശ്വാസികളെ, പരുമല പള്ളി, പരിശുദ്ധനായ പരുമല തിരുമേനി പോലും പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ വലിയ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച നമുക്ക് മുമ്പിൽ ഒരു വലിയ ചൂണ്ടുപലകയായി യേശുവിനെ സ്നേഹിക്കുവാൻ പരിശുദ്ധനായ പരുമല തിരുമേനി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പരുമല ഖബറിടത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഏറ്റുവാങ്ങുകയാണ്. ക്രിസ്തുവിൻ സ്നേഹത്തെ ഏറ്റുവാങ്ങുകയാണ്. ആരേറ്റുവാങ്ങി? പരിശുദ്ധ പരുമല തിരുമേനി ഏറ്റുവാങ്ങി. പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ അവരുടെ രക്തസാക്ഷിത്വ ജീവിതത്തിലൂടെ യേശുവിൻ്റെ സ്നേഹത്തെ ഏറ്റുവാങ്ങി. നമുക്ക് തെറ്റിപ്പോകുന്ന, പെർവേർട്ടഡ് ആകുന്ന, ദുഷിച്ചു പോകുന്ന നമ്മുടെ സ്നേഹത്തെ നമുക്ക് ദൈവമുമ്പാകെ ഏറ്റുപറയാം. നോയമ്പിൻ്റെ ദിവസമാണ്. എൻ്റെ സ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വഴിമാറിപ്പോയി, എവിടെയൊട്ടൊക്കെയോ പെർവേർട്ടഡായിപ്പോയി, ദുഷിപ്പായിപ്പോയി ആയതിനെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കുകയും ഏറ്റുപറയുകയും വിശുദ്ധ അനുതാപത്തിൻ്റെ കൂദാശയിലൂടെ യേശുവിൻ്റെ മുഖം കാണുവാൻ, യേശുവിനെ സ്നേഹിപ്പാൻ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ വലിയ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.